അപ്പം ആ മൃഗം അവരോട് സംസാരിക്കുന്ന കാര്യം എന്തായിരിക്കും? അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യൂഖിനൂൻ, തീർച്ചയായും ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുന്നവരല്ല. അതാ മൃഗത്തിന് പോലും മനസ്സിലായി. ആ മൃഗം അവരോട് പറയും, അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കുകയാണ് നിങ്ങൾ, സത്യദീനിനെ നിങ്ങൾ അവഗണിച്ചിരിക്കുകയാണ്, സത്യദീനിൻ്റെ യാഥാർത്ഥ്യങ്ങളെ രൂഢമൂലമായി ഉൾക്കൊള്ളുന്നതിന് പകരം നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്ന ആ പരാതി മനുഷ്യരോട് ഈ മൃഗം വന്നെന്തിയും വിളിച്ചു പറയും. പിന്നെ അധികം താമസമൊന്നും ഉണ്ടാവില്ല. അതാണ് തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യൂഖിനൂൻ. വേറെയും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഇങ്ങനെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇമാം മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ബാദിറൂ ബിൽ അഅ്മാലി സിത്ത, 6 കാര്യങ്ങൾ വന്നെത്തുന്നതിൻ്റെ മുമ്പ് നല്ലോണം അധ്വാനിച്ച് പണിയെടുത്തോളിൻ. അത് വന്നിട്ട് പിന്നെ പണിയെടുത്തോളൊന്നും കാര്യം ഉണ്ടാവില്ല, അമൽ ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈമാനൊന്നും പിന്നെ ശരിയാവില്ല. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅ്മാലി സിത്തൻ, 6 കാര്യങ്ങൾ വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ആയിരിക്കും, പിന്നെ സൽക്കർമ്മൊന്നും സ്വീകരിക്കൂല, പിന്നാണ്ട് അവസാനമായിരിക്കും. അതേതൊക്കെയാണ്? തൊലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറ് നിന്ന് വെസ്റ്റിൽ നിന്ന് സൂര്യൻ ഉദിക്കലാണ്. അവിദ്ദുഖാൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ പുക നിറയും, ഒരു പുകപടലം, ഒരു ദുഖാൻ വരാനുണ്ട്. മറ്റൊന്ന് വദാബത്തുൽ അർളി, ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ദാബത്തുൽ അർളി. ദജ്ജാലിന്റെ കാര്യവും കൂടെ പറഞ്ഞു. ദജ്ജാല് അതേപോലെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്രത്യേക എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം താമസം ഉണ്ടാവില്ല. യൗമ യഅതി ആയാതു റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക, നിന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുന്ന ദിവസം, അന്ത്യനാളിന്റെ അവസാന അലാമത്തുകൾ വന്നെത്തിയാൽ, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഒരാൾക്കും പിന്നെ ഈമാൻ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ വിശ്വസിച്ചു, ഇനി ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ലം തകുൻ ആമനത് മിൻ ഖബൽ, മുമ്പ് വിശ്വസിച്ചവർക്കല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അതൊക്കെ പണ്ട് വന്നു, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നുണ്ട്, അഞ്ഞ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിനോട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് ഫിറഔൻ മുങ്ങിച്ചാന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു പോലെയായിരിക്കും. സമയം അസ്തമിച്ചു, അത് അവസാനിച്ചു, ലോകത്തിൻ്റെ അവസാനമാണ്. ലോകാവസാനത്തിൽ ഉണ്ടാകുന്ന നടുക്കങ്ങളും കിടിലം കൊള്ളലുകളും ഒക്കെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതാണ് സൂറത്തുൽ ഹജ്ജിന്റെ 1-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിനെ സൂക്ഷിച്ചോളീൻ. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം, അന്ത്യനാളിന്റെ മൊത്തത്തിലുള്ള ഭൂമിയുടെ കുലുക്കുണ്ടല്ലോ, അത് വമ്പിച്ച കാര്യം തന്നെയായിരിക്കും. പിന്നെ അമ്മമാര് കൈക്കുഞ്ഞുങ്ങളെയൊക്കെ അവഗണിച്ചും വലിച്ചെറിയും. ആർക്കും വേണ്ട, പ്രായം മാസവുമൊക്കെ തികയാതെ തന്നെ പേടിയും ഭീതിയും കാരണത്താൽ പെട്ടെന്ന് വയറ്റിലുള്ള കുഞ്ഞൊക്കെ അങ്ങ് പുറത്തേക്ക് വന്ന് പ്രസവം നടന്നു കളയും. അത്ര പേടിയാണ്. ജനങ്ങളൊക്കെ എവിടേക്കാ ഓടേണ്ടതെന്നറിയാതെ ഓടും. പക്ഷെ എവിടേക്ക് ഓടാനാണ്? ലഹരി ബാധിച്ചവരെ പോലെ ഇരിക്കും, പക്ഷെ അവരാരും ലഹരി സേവിച്ചിട്ടൊന്നുമില്ല. അതാ മനുഷ്യന്റെ നെട്ടോട്ടത്തിനുള്ള സാമ്പിളുകൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ രാജ്യം കണ്ടില്ലേ, തുർക്കി, സിറിയ, അള്ളാഹു വലിയ പ്രതിഫലം അവർക്കൊക്കെ കൊടുക്കട്ടെ. നമുക്ക് നിങ്ങൾ എന്താണ് വല്ലാത്തൊരു മാനസികമായ അവസ്ഥ. ബിൽഡിങ്ങിൻ്റെ അകത്ത് കിടന്ന് പിന്നെ സാഹിബുൽ ഹദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുഅ്മിനീങ്ങളാണെങ്കിലൊക്കെ ശുഹദാക്കളാണ്, ഉഖറവിയായ ശുഹദാക്കളുടെ പദവിയാണ്. അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ വീണ് അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് മരിക്കുന്ന ആളുകൾ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവര്, അതുപോലെ തന്നെ വയറിൻ്റെ മാരക രോഗങ്ങൾ കൊണ്ട് ക്യാൻസർ, വയറ്റിലെ ക്യാൻസർ പോലെയുള്ള അതൊക്കെ വലിയ പ്രയാസം മനുഷ്യനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലൊക്കെ അനുഭവിക്കുന്ന, അങ്ങനെയൊക്കെ മരണപ്പെടുന്ന ആളുകൾക്കൊക്കെ അവരൊക്കെ ഉഖറവിയായ ശുഹദാക്കളാണ്. എന്താ ഉഖറവിയായ ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? പരലോകത്തവർക്ക് ശുഹദാക്കളുടെ സ്ഥാനമുണ്ട്, പുണ്യുണ്ട്. ദുന്യാവിൽ അവർക്ക് ആ നിയമങ്ങളൊന്നും ബാധകാവൂല. ദുന്യാവിൽ ഒരു ഷഹീദിനെ കുളിപ്പിക്കൂലല്ലോ, അതുപോലെ തന്നെ നിസ്കാരം വേണ്ടതില്ല, അതൊക്കെ ഇവർക്ക് ഇവിടെ ഉണ്ടാവും. അത് അള്ളാന്റെ മാർഗത്തിൽ പറഞ്ഞ സാങ്കേതികമായ ശുഹദാക്കൾക്കാണ് അതൊക്കെ ബാധകം. അതേ അവസരത്തിൽ പുണ്യത്തിൽ പരലോകത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ടവർ, അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആധുനിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ആക്സിഡന്റുകളിൽ മരണപ്പെടുന്ന ആളുകളും
ആക്സിഡന്റുകളിലൊക്കെ തൽക്ഷണം മരണപ്പെടുന്നില്ലേ? ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മോമിനീങ്ങളാണെങ്കിൽ അതൊക്കെ ശുഹദാ ഉൽ ആഖിറയാണ്, പരലോക ശുഹദാക്കളിൽ എണ്ണപ്പെടുമെന്നൊക്കെയാണ്. എന്തായാലും നമ്മൾ അള്ളാഹുവിനോട് ഷഹാദത്തിനെ ആത്മാർത്ഥമായി ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അള്ളാഹു ശുഹദാക്കളിൽ പെടുത്തണം എന്ന് ചോദിക്കുക. വേറൊന്നും കൊതിക്കാനല്ല, അള്ളാഹിന്റെ അടുക്കൽ പുണ്യം കിട്ടാൻ. പിന്നെ ലോകത്ത് പലതും സംഭവിച്ചേക്കാം, പല വിധത്തിലുള്ള മരണങ്ങളും പലർക്കും ഉണ്ടാകും. ആരുടെ ഖാത്തിമത്താണ് ഏറ്റവും നല്ലതായത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദുന്യാവിലെ എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ, ഓരോ അടയാളങ്ങൾ, സൽസലകൾ എന്തൊക്കെ ഈ ലോകത്ത് അധികരിക്കുന്നുവോ അതെല്ലാം നമ്മോടിങ്ങനെ കൃത്യമായി വിളിച്ചു പറയുകയാണ്, ഇതാ പരലോകത്തിന്റെ ഭീതി വളരെ പ്രയാസകരമായിരിക്കും എന്ന്. മനുഷ്യന്മാർ വഖാലൽ ഇൻസാനു മാലഹ എന്ന് പറഞ്ഞില്ലേ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു പറഞ്ഞില്ലേ. എന്താ പറ്റിയത്? മനുഷ്യൻ എവിടുക്കാ ഓടുക? എവിടേക്ക് ഓടി രക്ഷപ്പെടാനാ? ഒരു സ്ഥലത്തേക്ക് മൊത്തം ആകെ തകരല്ലേ, മൊത്തം തകരല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ലോകം, ഒരു സമയം സംഭവിക്കാനിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറയാണ്. പിന്നെ ഓരോരുത്തരുടെയും മരണം ഓരോരുത്തരുടെയും ഖിയാമത്ത് നാളാണ്. നമ്മുടെ ഖിയാമത്താണ് നമ്മുടെ മരണം. അതെപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നിട്ട്, അതേപോലെ മനുഷ്യന്റെ മരണം ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന അവസാന നിമിഷത്തിൽ ഒരാൾ തൗബ ചെയ്തിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ആ തൗബയും സ്വീകരിക്കപ്പെടൂല. മരിക്കുകയാണെന്ന് ഉറപ്പായ നേരത്തെ തൗബ അള്ളാഹു അത് ക്യാൻസൽ ചെയ്യും, റിജക്റ്റ് ചെയ്യപ്പെടും, ഒരിക്കലും സ്വീകരിക്കൂല. കാരണം അപ്പം അള്ളാഹ്ക്ക് അത് ആവശ്യമില്ലാതാണ്, ഇപ്പോഴല്ല അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ പോകാൻ റെഡിയായിട്ട് ഇരുന്നോളണം. എപ്പോഴും വിളി വരാം, എപ്പോഴും സംഭവിക്കാം. അതിനിങ്ങനെ റെഡി ആവണം. ഈമാനും അഅ്മാലുകളും ഒക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് കാത്തിരിക്കണം. എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടെയുള്ള ഒരു അന്ത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള അത്ഭുതകരങ്ങളായ കാര്യങ്ങളൊക്കെ അന്ന് സംഭവിക്കും. ആ സംഭവിക്കുന്ന സമയത്ത് ആരെങ്കിലും ഞങ്ങൾ മോമിനാണെന്ന് അന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇങ്ങനെ ദാബത്തുൽ അർള് എന്ന് പറയുന്ന ഒരു അത്ഭുത മൃഗം വരാനുണ്ട്. അത് വന്നാൽ അത് ജനങ്ങളോട് സംസാരിക്കും. പക്ഷെ അതൊക്കെ സംഭവിച്ചാൽ പിന്നെ അധിക കാലമൊന്നും ലോകത്തിന്റെ അവസാനത്തിന് ഉണ്ടാവുകയില്ല എന്നാണ്.